കേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൈനാപ്പിളിന്റെ ടേസ്റ്റും അതുപോലെ തന്നെ റോസിന്റെ ഫ്ലേവറും മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് എന്തൊക്കെയാണെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഒഴിക്കും, അതുപോലെ റോസ് വാട്ടർ ഒക്കെ ഒഴിച്ച് നല്ലൊരു ഫ്ലേവർ നമ്മൾ കൊടുക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ആ ഫ്ലേവർ നമുക്കൊരു കേക്ക് ആക്കിക്കൂടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ രണ്ട് ഫ്ലേവറോടെ ജോയിൻ ചെയ്തിട്ട് കേക്ക് റെഡിയാക്കാൻ പോവാണ്. അപ്പൊ അതും ടീ കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ രണ്ട് ഫ്ലേവറോടെ ചേരുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒട്ടും സമയങ്ങളായി നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി പൈനാപ്പിൾ റോസ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് പൈനാപ്പിൾ റോസ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് മുട്ട യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അതിന് പകരം തൈര് യൂസ് ചെയ്താൽ മതി. പുളിയില്ലാത്ത തൈര് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മുടെ മിക്സിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു മുട്ട ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട കൂടെ ചേർക്കാട്ടോ. അപ്പം അടുത്തതെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്. അപ്പൊ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മുട്ടയും പഞ്ചസാരയും മിക്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ആ മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്ക് അതുപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നീ നമ്മൾ മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കളർ കണ്ടോ, നല്ല ഒരു മഞ്ഞ നിറമൊക്കെ മാറി ഒരു വെള്ള കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് വെളിച്ചെണ്ണയല്ല വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സൺഫ്ലവർ ഓയിലോ അതല്ല നിങ്ങൾക്ക് ബട്ടർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ ഓയിലൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സറിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മുട്ടയുടെ മിക്സർ നമ്മൾ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ അരിച്ചതിലേക്ക് ചേർക്കാം. അപ്പൊ ഞാനിപ്പോ ഇപ്പോഴാണ് കേട്ടോ അരിച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അരിച്ച് വെച്ചാലും മതി, എന്നിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്താലും മതി. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. അപ്പൊ ഞാൻ എന്തായാലും അരിപ്പയിൽ കൂടെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ അരിച്ച് ചേർക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരുപാട് ക്വാണ്ടിറ്റിയിലുള്ള കേക്കാണ് വേണ്ടതെങ്കിൽ ഇതിന്റെ ഡബിൾ വെച്ചിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും 1 കപ്പ് മൈദ നമ്മുടെ അരിപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പാലൂടെ ചേർത്ത് കൊടുക്കാം. പാലെന്ന് പറയുമ്പോൾ ഞാൻ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അറ്റ് ടൈം ഒഴിക്കേണ്ട നമുക്ക് 1 കപ്പ് പാലും നമുക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പൊ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നുള്ള രീതിയിൽ നമുക്ക് ഒഴിക്കാമേ. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പകുതി ബാറ്റർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ആക്കി എടുക്കാം നമ്മുടെ ബാറ്ററിനെ. അപ്പൊ പകുതിയിൽ നമ്മൾ പൈനാപ്പിളിന്റെ ഫ്ലേവറും പകുതി നമ്മൾ റോസിന്റെ ഫ്ലേവറുമാണ് ചേർക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് നമുക്ക് റോസ് എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ റോസ് എസൻസ് ഇല്ല, അതിന് പകരം റോസ് വാട്ടർ ആണുള്ളതെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചോണം. അപ്പൊ നിങ്ങൾക്കൊരു 2 ടീസ്പൂൺ അളവിൽ നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പൊ റോസ് എസൻസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ റോസ് എസൻസ് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഞാനിവിടെ റോസ് എസൻസ് ആണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് റോസ് കളറൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ റോസ് കളർ എന്ന് പറയുമ്പോൾ ഒരു 3-4 ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ റോസ് കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പൈനാപ്പിളിനുള്ള ബാറ്റർ സെറ്റ് ആക്കി എടുക്കാൻ പോവാണ്. അടുത്തത് നമ്മുടെ പൈനാപ്പിളിന്റെ ബാറ്റർ റെഡിയാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്റർ ആണിത്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നമ്മുടെ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്ററിലേക്ക് ഞാൻ അല്പം യെല്ലോ കളറൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ നമ്മുടെ പൈനാപ്പിളിന്റെ ഫ്ലേവറിലുള്ള നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയാണ്. ഇനി നമുക്ക് കേക്ക് ടിന്നിൽ ഒഴിച്ച് ബേക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ബട്ടർ പേപ്പർ ആണ് യൂസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ഒന്ന് ടെസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പൊ ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം, സ്ക്വയർ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതെല്ലാം നിങ്ങളുടെ കയ്യിൽ റൗണ്ട് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ റൗണ്ട് ആണെങ്കിൽ നിങ്ങൾ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ലൈസ് ആക്കി എടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് സ്ക്വയർ ആണെങ്കിൽ ജസ്റ്റ് നടുവേ ഒന്ന് മുറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലൈസ് ആക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിലേക്ക് ആദ്യം ഞാൻ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ പൈനാപ്പിളിന്റെ ബാറ്റർ ആണ്. അതിനുശേഷമാണ് ഞാൻ റോസ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇനി പല ലെയർ വേണമെങ്കിൽ അതനുസരിച്ച് വേണമെങ്കിലും ഒഴിച്ചെടുക്കാം. അപ്പൊ ഞാൻ എന്തായാലും ആദ്യം പൈനാപ്പിളിന്റെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒന്ന് ഒഴിക്കട്ടെ. ഇതിന് മുകളിലായിട്ട് നമുക്ക് റോസിന്റെ ബാറ്ററൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
കേക്കിന്റെ ബാറ്ററൊക്കെ ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ആദ്യം റോസ് ഒഴിച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് പൈനാപ്പിൾ ഒഴിക്കാനാണ് താല്പര്യം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തെടുക്കാം കേട്ടോ. അപ്പൊ അതുപോലെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള പൈനാപ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ചോക്ലേറ്റ് ചിപ്സ് ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ ടൂട്ടി ഫ്രൂട്ടി ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മുകളിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒരു പ്രത്യേക ഒരു രസമായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടിയുടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പം പൈനാപ്പിൾ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ കടായിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കടായി ഇല്ല, ഇപ്പൊ കുക്കറി ആണെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഓവൻ ഉള്ളവരാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു 30 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ചിലപ്പോൾ 5 മിനിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും ഓരോരുത്തരുടെ ഓവന്റെ അനുസരിച്ച്. എന്തായാലും 30 മിനിറ്റ്സ് എടുക്കും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് പ്രിക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ എന്താ കേക്ക് വെന്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാനായിട്ട് പ്രിക്ക് ചെയ്ത് കൊടുക്കുക. എക്സാക്ട് സെന്ററിൽ തന്നെ പ്രിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ വേണമെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ അതനുസരിച്ച് കൂട്ടി വെച്ചാൽ മതിയാവും. ഞാനിപ്പോൾ കടായിലാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ കടായിൽ അതിലൊരു പാൻ വെച്ച് ഞങ്ങൾ കടായിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ കുക്കറിലാണെങ്കിൽ നടുക്ക് ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഒരു തട്ടിട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് കേക്കിൽ വെച്ചാൽ മതിയാവേ. അപ്പൊ നമുക്ക് നമ്മുടെ കേക്കിനെ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ കേക്ക് ഞാനൊരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ പുറത്തെടുത്തായിരുന്നു. അപ്പൊ നമുക്കൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എത്രമാത്രം വെന്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് പ്രിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല കംപ്ലീറ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിനെ ഒന്ന് സ്ലൈസ് ചെയ്ത് നോക്കിയാലോ നമുക്ക്. അങ്ങനെ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ റോസ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടിപൊളിയായിട്ടില്ലേ? പൈനാപ്പിൾ അതുപോലെ റോസ് കൂടെ ചേർന്നിട്ട് നല്ലൊരു അടിപൊളി ഫ്ലേവർ ആണ് നമ്മുടെ ഈ കേക്കിനുള്ളത്. അപ്പം ചായയുടെ ഒപ്പം തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിരിയാണിക്ക് ഇതൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടാവും ഈ എസൻസുകളൊക്കെ, ഈ പൈനാപ്പിളും റോസും എല്ലാം. അല്ലാതെ നമ്മൾ കേക്കിൽ ഇങ്ങനെ രണ്ടോട് ജോയിൻ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവരുടെയും കയ്യിലും കാണും അല്ലേ, പൈനാപ്പിൾ എസൻസും കാണും അതുപോലെ റോസ് വാട്ടറും കാണും. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിലുള്ള കേക്കാണ് ഇത്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കും കേട്ടോ. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ ഒന്നും മിസ്സാകാതെ കാണാനും പറ്റുവേ. ഇതുപോലത്തെ നല്ല നല്ല കേക്കിന്റെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.